ടു ആംസ് വ്ലോഗ്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആംസ് വ്ലോഗ്സിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് അതിന് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് ശ്രുതി എന്നാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാറ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇന്ന് എന്തിനെ കുറിച്ചുള്ള വീഡിയോ ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ല അറിയാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഓൾമോസ്റ്റ് മിക്ക ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു അഫോർഡബിൾ മോയ്സ്ചറൈസർ ആയിരിക്കും നല്ല ഹൈപ്പ് ആയിട്ടുള്ള പോൺസിന്റെ മോയ്സ്ചറൈസേഴ്സ്. അത് രണ്ട് വേരിയൻസ് ആണ് ഉള്ളത്. ഈ രണ്ടെണ്ണത്തിന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരെണ്ണം വന്നിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതാണിപ്പോ ഞാൻ കറന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വന്നിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ആണ് ഈ പിക്ചറിൽ കാണുന്നത്. ഒന്നൊരു വൈറ്റ് ആൻഡ് ഒരു അക്വ ഗ്രീൻ ടച്ച് വരുന്നതും ഒന്ന് ഈ ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു അക്വ കളർ വരുന്ന ഈ ഒരു മോയ്സ്ചറൈസർ കേട്ടോ. അപ്പൊ ഈ ഒരു മോയ്സ്ചറൈസർ ആണെങ്കിൽ ഇത് പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ എന്നാണ് കേട്ടോ ഇതിന് പറയുക. അപ്പൊ ഇതിൽ കണ്ടന്റ് വന്നിട്ടുള്ളത് ഹൈലറോണിക് ആസിഡും അതുപോലെ വിറ്റമിൻ ഇയും ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു മോയ്സ്ചറൈസർ വന്നിട്ട് ഏതൊക്കെ സ്കിൻ ടൈപ്പിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടായി പോകുന്നതാണ്. ഈ ഒരു ജെൽ മോയ്സ്ചറൈസർ വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ നമുക്ക് മോയ്സ്ചറൈസറിന്റെ ഇമ്പോർട്ടൻറ്റ് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അറിയുന്ന കാര്യമായിരിക്കും. ഡെയിലി നമ്മുടെ സ്കിൻ കെയറിൽ മെയിൻ ആയിട്ടുള്ളൊരു എന്താ പറയാ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് മോയ്സ്ചറൈസർ വന്നിട്ട്. അപ്പൊ ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് ആ ഒരു അടിപൊളിയായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കിന്നിന്. അത്രത്തോളം നമുക്ക് ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു മോയ്സ്ചറൈസർ വന്നിട്ട് 24 ഹവർ നമുക്ക് ഹൈഡ്രേഷൻ തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരുവിധം വേണ്ടപ്പെട്ടിട്ടുള്ള അത്യാവശ്യം ഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ ഇത് നൽകുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാനിപ്പോ കുറച്ച് മന്ത്സ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്നത്. കാരണം ഇത് സൂപ്പർ അഫോർഡബിൾ ആണ്. നമുക്ക് നന്നായിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് മോയ്സ്ചറൈസർ ആണ് പോൺസിന്റെ ഈ ഒരു വേരിയൻസ് വന്നിട്ട്. അപ്പൊ ഇതിൽ നമുക്ക് ജെൽ കൺസിസ്റ്റൻസി ആണ് കേട്ടോ. ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ജെൽ കൺസിസ്റ്റൻസി ആണ്. ഇത് ഓൾമോസ്റ്റ് ഞാൻ യൂസ് ചെയ്ത് തീരാറായിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിന്റെ കൺസിസ്റ്റൻസി വന്നിട്ട്. നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ആയി പോവും. കറക്റ്റ് ഒരു ജെല്ലാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വാട്ടറി ടച്ച് ആണ് കേട്ടോ. പെട്ടെന്ന് അബ്സോർബ് ആവും. നമുക്കിത് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഭയങ്കര കട്ടിക്ക് നിൽക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ് ഇത് പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഈ ഒരു ജെൽ മോയ്സ്ചറൈസറിന് ഈ ഒരു മോയ്സ്ചറൈസർ നല്ല അടിപൊളി നല്ല കൂൾ സ്മെല്ലാണ് കേട്ടോ. അത് മാത്രമല്ല ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴും നല്ലൊരു കൂൾനെസ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പാക്ക് വന്നിട്ട് വളരെ കുഞ്ഞതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് 24.5 ഗ്രാം എന്നാണ് കേട്ടോ. അതായത് 25 ml ബോട്ടിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിന് 55 ആണ് കേട്ടോ ഇതിന്റെ എമൗണ്ട് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിന് മുന്നേ വാങ്ങിയിട്ടുള്ളതാണ് ഇതിനെക്കാളും ഇത്രയും വലിയ പാക്കാണ്. ഇത് 145 റുപ്പീസിനെങ്ങാണ്ടാണ് 149 റുപ്പീസിനാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് 73 ഗ്രാം ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു മോയ്സ്ചറൈസർ വന്നിട്ട് നമുക്ക് മിക്ക സ്കിൻ ടോണും നന്നായിട്ട് സ്യൂട്ടായി പോകുന്നതും വർക്ക് ചെയ്യുന്നതുമാണ്. എൻ്റെ ഒരു സ്കിന്ന് വന്നിട്ട് ഒരു കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഒരു നോർമൽ സ്കിൻ അല്ല, എന്നൊരു കോമ്പിനേഷൻ. ഇടയ്ക്കൊരു ഓയിലി ആണ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡ്രൈനെസ് ഉണ്ട് ചില ഭാഗം, അങ്ങനെയാണ് കേട്ടോ. അപ്പൊ എനിക്ക് നന്നായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു മോയ്സ്ചറൈസറിന്റെ കണ്ടന്റ് ഒക്കെ വന്നിട്ട് നമുക്ക് നന്നായിട്ട് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗ്ലോ തരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടന്റും ആണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് നിങ്ങളൊരു ബിഗിനേഴ്സ് ആണ്, നിങ്ങളൊരു ടീനേജറൊക്കെ ആണ്, ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്കൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ സ്കിന്ന് എക്സ്ട്രാ ഡ്രൈനെസ് ആണ്, ഒത്തിരി ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജെൽ മോയ്സ്ചറൈസർ അത്രയ്ക്ക് അങ്ങനെ സ്യൂട്ടായി പോകണമെന്നില്ല കേട്ടോ. നിങ്ങൾ വേറൊരു ടൈപ്പ് യൂസ് ആക്കുകയും നന്നായിരിക്കും. അതായത് ക്രീം ടെക്സ്ചർ വരുന്നതാണ് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ. അതായത് അപ്പൊ നമ്മൾ പോൺസിന്റെ ഈ ഒരു വേരിയന്റിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇത് ഏകദേശം ഓക്കെ ആണ് അല്ലെ. നമുക്ക് സ്കിന്നിന് നമുക്ക് യൂസ് ചെയ്യാം. ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ കാണുന്ന ഈ ഒരു വേരിയന്റ് വന്നിട്ട് നിങ്ങൾ ഒത്തിരി പേര് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇനി യൂസ് ചെയ്യാൻ പോകുന്നവരായിരിക്കും. പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ യൂസ് ആക്കുക. അതായത് ഈ ഒരു മോയ്സ്ചറൈസർ ഞാനും ഒരിക്കലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 1-2 ബോക്സ് എനിക്ക് തോന്നുന്നു 1-2 ബോട്ടിൽ ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ കണ്ടന്റ് നോക്കിയിട്ടൊന്നും അല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഈ ഇടയാണ് അതിന്റെ കണ്ടന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ആ ഒരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ഫോട്ടോ ഞാൻ കൊടുക്കാം. ഇപ്പൊ എന്റെ കയ്യിൽ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇല്ല കേട്ടോ. കാരണം ഞാൻ വെറുതെ വാങ്ങിയിട്ട് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റില് നിങ്ങൾ ബാക്ക് സൈഡ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു പ്രൊഡക്റ്റിൽ പാരബൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ പാരബൻ എത്രത്തോളം നമ്മുടെ സ്കിന്നിന് ഹാംഫുൾ ആണെന്നുള്ളത് ഒത്തിരി പേർക്ക് അറിയുന്നതായിരിക്കും.
നമ്മൾ മിക്ക സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ പാരബൻ ഫ്രീ, അതുപോലെ മിനറൽ ഓയിൽ ഫ്രീ, ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ അത്തരത്തിൽ നമ്മുടെ സ്കിന്നിന് ഹാംഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് നമ്മളെ ആ ഒരു പോൺസിന്റെ ഈ ഒരു വേർഷനിൽ നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു മോയ്സ്ചറൈസർ വന്നിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഡ്രൈ സ്കിൻ ഉള്ളവരാണ് യൂസ് ആക്കി വരുന്നത് കണ്ടിട്ടുള്ളത്. കാരണം ക്രീം ടെക്സ്ചർ ആണ് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഏതെങ്കിലും മതി എന്ന് കരുതിയിട്ട് അത് യൂസ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പൊ അത് വന്നിട്ട് ഒരു വൈറ്റ് ക്രീം ടെക്സ്ചർ ആണ് കേട്ടോ. ഞാനിപ്പോ ഒരു ഏകദേശം ടെക്സ്ചർ കാണിച്ചു തരാം. ഒരു സൺസ്ക്രീൻ ആണ്, പക്ഷെ ഇത് ഈ ഒരു വൈറ്റ് കൺസിസ്റ്റൻസി, ഇത് ഈ ഒരു ക്രീം കൺസിസ്റ്റൻസി ആണ് നമ്മുടെ ആ ഒരു മോയ്സ്ചറൈസർ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു നമ്മുടെ ഡ്രൈ സ്കിന്നിനൊക്കെ കൂടുതലായിട്ടും മാച്ചായി പോകുന്നത് ഇത്തരം ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഉള്ള ക്രീംസ് ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു പോൺസിന്റെ മോയ്സ്ചറൈസർ ഇതുപോലെ തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒത്തിരി പേര് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ വല്ലപ്പോഴും മാത്രം യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിലാണ് പാരബൻസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഓക്കെ വല്ലപ്പോഴും അല്ലേ എന്ന് വിചാരിക്കാം കേട്ടോ. പക്ഷെ നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസറിൽ അങ്ങനെ ഒരു പാരബൻ കണ്ടന്റ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി 2 times അല്ലെങ്കിൽ 3 times എങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ മോയ്സ്ചറൈസർ വന്നിട്ട്. അതും നമ്മൾ ഡേ ബൈ ഡേ ഫുൾ ഡേ നമ്മുടെ ഫേസിൽ നമ്മളത് മോയ്സ്ചറൈസർ വെക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഈ ഒരു മോയ്സ്ചറൈസർ വന്നിട്ട്, അതായത് ഈ ഒരു മോയ്സ്ചറൈസർ വന്നിട്ട് എനിക്ക് ഒരു 6 months ഒന്നല്ല, എനിക്കൊരു 1 year കൂടുതലായിട്ട് ഞാനിപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് യൂസ് ആക്കി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ മോയ്സ്ചറൈസർ ആ ഒരു വേരിയന്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഇതുപോലെ തന്നെ ആയിരിക്കും. സ്ഥിരം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നവരായിരിക്കും മിക്ക ആൾക്കാരും വന്നിട്ട്. അപ്പൊ അങ്ങനെ ഡെയിലി നമ്മൾ പാരബൻ ഉള്ളൊരു കണ്ടന്റ് ഉള്ളത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം ഹാംഫുൾ ആണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലായിരിക്കും. ഈ പാരബൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ക്യാൻസറസ് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അത് നമ്മൾ പല രാജ്യത്തും അത്തരം കണ്ടന്റ് ഉള്ളതൊക്കെ അത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് വന്നിട്ട് നമ്മൾ പാരബൻസ് ഇല്ലാത്ത സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് നമ്മൾ കൂടുതലും നമ്മൾ അത്തരത്തിലുള്ളതേ നമ്മൾ യൂസ് ആക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരത്തിലുള്ള പാരബൻ കണ്ടന്റ് ഉള്ള പ്രൊഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ പാരബൻ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ പോൺസിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഇപ്പൊ തന്നെ നിർത്തിക്കോളൂ. കാരണം നമ്മുടെ സ്കിന്നിൽ നമ്മൾ വെറുതെ ഇതിന്റെ ഇറിറ്റേഷൻ കൊണ്ടുവരുന്നത്, അത് ഒറ്റ അടിക്ക് നമ്മൾ യൂസ് ചെയ്തു എന്ന് കരുതി ക്യാൻസർ വരണം എന്നല്ല ഞാൻ പറയുന്നത്. പാരബൻ കണ്ടന്റ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്താൽ ചിലവർക്ക് ഇറിറ്റേഷൻ വരാൻ വേണ്ടിയിട്ട്, അതുപോലെ എന്തെങ്കിലും റാഷസ് വരാൻ വേണ്ടിയിട്ട്, അങ്ങനെ കണ്ടിന്യൂസ് യൂസേജ് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രൊഡക്ട്സിൽ അല്ലെങ്കിൽ ഇത്തരം പ്രൊഡക്ട്സിലൊക്കെ മാക്സിമം നമ്മൾ ആ ഒരു കണ്ടന്റ് ഇല്ലാത്തത് വേണം വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റിസൾട്ട് വൈസ് നോക്കുകയാണെങ്കിൽ ആ ഒരു മോയ്സ്ചറൈസർ ഓക്കെ തന്നെയാണ്. അത്യാവശ്യം നമുക്ക് ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിൽ വന്നിട്ടുള്ള കണ്ടന്റും ഗ്ലിസറിൻ പ്ലസ് വിറ്റമിൻ ഇ ആണ് തോന്നുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു കണ്ടന്റ് ഒക്കെയാണ് അതിൽ വന്നിട്ടുള്ളത്. പക്ഷെ പാരബൻസ് ഉള്ള കാരണം നമ്മളത് യൂസ് ചെയ്യാണ്ടിരിക്കുകയായിരിക്കും ബെറ്റർ. അതും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ്. വല്ലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്ത് കൊണ്ട് കുഴപ്പമില്ല എന്ന് വെക്കാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നിങ്ങളോ ഇപ്പോൾ ഈ ഒരു സ്റ്റിൽ നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്റ്റോപ്പ് ആക്കുക. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആർക്കെങ്കിലും ഇത് യൂസ് ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാൻ. അപ്പൊ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു, ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഇത് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കൂടെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഏത് മോയ്സ്ചറൈസർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, നിങ്ങളെ സ്കിൻ ടൈപ്പ് ഏതാണെന്നും കൂടെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനാബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.